ദാറുൽ മുബീൻ മജ്ലിസ് കാണുന്ന പ്രിയമുള്ള മുത്തുമുഅ്മിനീങ്ങളെ, ഇന്നത്തെ മജ്ലിസിലൂടെ നമ്മൾ പറയാൻ പോകുന്ന വിഷയം, നാളത്തെ ദിവസം എന്ന് പറയുന്നത് വളരെയേറെ പോരിശകൾ നിറഞ്ഞ, അത്ഭുതങ്ങൾ നിറഞ്ഞ വെള്ളിയാഴ്ച ദിവസമാണ്. അതുകൊണ്ട് തന്നെ വെള്ളിയാഴ്ച ദിവസം നാം ചെയ്യേണ്ട വ്യത്യസ്തമായ ഒരു അമലിനെ കുറിച്ചാണ് നമ്മൾ പറയാൻ പോകുന്നത്. ഈ അമല് വെള്ളിയാഴ്ച ദിവസം ചെയ്യാൻ നമ്മൾക്ക് ഭാഗ്യം ലഭിച്ചു കഴിഞ്ഞാൽ നമ്മളെ ജീവിതത്തിൽ ഉണ്ടാകുന്ന ഒട്ടനവധി പ്രശ്നങ്ങൾക്കും പ്രയാസങ്ങൾക്കും പരിഹാരമായി മാറും. അള്ളാഹു ചെയ്യാനുള്ള ഭാഗ്യം നൽകി അനുഗ്രഹിക്കട്ടെ. ഇൻഷാ അല്ലാഹ് ഇന്നത്തെ രാവെന്ന് പറയുന്നത് വെള്ളിയാഴ്ച രാവാണ്. നമ്മളെ മജ്ലിസിൽ ഒരുപാട് ആളുകൾ ഒരുപാട് പ്രയാസങ്ങളും സങ്കടങ്ങളും പറഞ്ഞ് പല ദിക്കുകളിൽ നിന്നായി, പല സ്ഥലങ്ങളിൽ നിന്നായി ദുആ കൊണ്ട് വസിയ്യത്ത് ചെയ്തിട്ടുണ്ട്. എന്തുകൊണ്ടും ദുആക്ക് ഉത്തരം നൽകുന്ന ഈ അത്ഭുതകരമായ രാത്രിയിൽ നമ്മളുടെ പ്രശ്നങ്ങളും പ്രയാസങ്ങളൊക്കെ പറഞ്ഞ് അസ്മാഉൽ ഹുസ്ന ചൊല്ലി നമ്മൾക്ക് ദുആ ചെയ്യണം. അതുകൊണ്ട് നിങ്ങളൊക്കെ അവസാനം വരെ മജ്ലിസിൽ പങ്കെടുക്കണമെന്ന് ഓർമ്മപ്പെടുത്തുകയാണ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വൽ ആഖിബത്തു ലിൽ മുത്തഖീൻ. അസ്സലാത്തു വസ്സലാമു അലൈക യാ റസൂലല്ലാഹ്. അസ്സലാത്തു വസ്സലാമു അലൈക യാ ഹബീബല്ലാഹ്. ഇലാഹി അൻത മഖ്സൂദി വറിളാക മത്ലൂബി. അല്ലാഹുമ്മ ഖ്ലി ഹാജാതിനാ യാ ഖാദിയൽ ഹാജാത്ത്. അല്ലാഹുമ്മ ദഫഅ ബലിയാതിനാ യാ ദാഫിയൽ ബലിയാത്ത്. ദാറുൽ മുബീൻ മജ്ലിസ് കാണുന്ന പ്രിയമുള്ള മുത്തുമുഅ്മിനീങ്ങളെ, നിങ്ങളെ എല്ലാവരെയും നമ്മളെ മജ്ലിസിലേക്ക് ഹൃദ്യമായി സ്വാഗതം ചെയ്യുകയാണ്. ആദ്യമായി നമ്മളെ മജ്ലിസ് കാണുന്ന മുത്തുമുഅ്മിനീങ്ങൾ ഉണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ബെല്ലൈക്കൺ അമർത്താനും ലൈക്ക് ചെയ്യാനും തുടർന്ന് നമ്മളെ മജ്ലിസിൽ പങ്കെടുക്കാനും മറക്കരുത് എന്ന് ഓർമ്മപ്പെടുത്തുകയാണ്. അല്ലാഹു കബൂൽ ചെയ്യുമാറാകട്ടെ. അല്ലാഹു നമ്മളെ പ്രവർത്തനങ്ങളൊക്കെ സ്വീകരിക്കുമാറാകട്ടെ. ജീവിതത്തിൽ സന്തോഷം നൽകി അല്ലാഹു നമ്മയൊക്കെ അനുഗ്രഹിക്കട്ടെ. ദുആ കൊണ്ട് വസിയ്യത്ത് ചെയ്തവരുടെ സ്വാലിഹായ ഉദ്ദേശങ്ങൾ അല്ലാഹു സുബ്ഹാനഹു വ തആല പൂർത്തീകരിച്ചു കൊടുക്കട്ടെ. ഇൻഷാ അല്ലാഹ് അവസാനം പരിശുദ്ധമായ അസ്മാഉൽ ഹുസ്ന ചൊല്ലി നമ്മളെ പ്രശ്നങ്ങളും പ്രയാസങ്ങളൊക്കെ ഒരുമിച്ച് അല്ലാഹുവിനോട് പറയണം. നിങ്ങളൊക്കെ മജ്ലിസിൽ അവസാനം വരെ പങ്കെടുക്കണമെന്ന് ഓർമ്മപ്പെടുത്തുകയാണ്. അല്ലാഹു കബൂൽ ചെയ്യുമാറാകട്ടെ. എന്റെ പ്രിയമുള്ള മുത്തുമുഅ്മിനീങ്ങളെ, ഇന്നത്തെ മജ്ലിസിലൂടെ നമ്മൾ പറയാൻ പോകുന്ന വിഷയം, പരിശുദ്ധമായ വെള്ളിയാഴ്ച ദിവസം നമ്മളോട് ചെയ്യാൻ ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നിർദ്ദേശിച്ച ഒരു അമലിനെ കുറിച്ചാണ്. അല്ലാഹു പഠിക്കാനും മനസ്സിലാക്കാനും പ്രവർത്തിക്കാനുമുള്ള തൗഫീഖ് പ്രദാനം ചെയ്യട്ടെ. നമ്മൾക്കറിയാം, പരിശുദ്ധമായ വെള്ളിയാഴ്ച ദിവസം എന്ന് പറയുന്നത് ദിവസങ്ങളിൽ വെച്ച് ഏറ്റവും ഖൈറായ ദിവസമാണെന്ന് ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിച്ച ദിവസമാണ്. അതുകൊണ്ട് തന്നെ വെള്ളിയാഴ്ച ദിവസം ധാരാളം സൽക്കർമ്മങ്ങൾ ചെയ്യാൻ ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നമ്മളോട് നിർദ്ദേശിച്ചിട്ടുണ്ട്. അതിൽപ്പെട്ട ഒരു അമലാണ് ഇന്ന് ഞാൻ നിങ്ങളെ മുമ്പിൽ പറയാൻ പോകുന്നത്. ഇൻഷാ അല്ലാഹ് ഈ പറയാൻ പോകുന്ന അമല് വെള്ളിയാഴ്ച ദിവസം ചെയ്യാൻ നമ്മൾക്ക് ഭാഗ്യം ലഭിച്ചു കഴിഞ്ഞാൽ നമ്മളെ ജീവിതത്തിലെ ഒരുപാട് പ്രശ്നങ്ങൾക്കും പ്രയാസങ്ങൾക്കും ബുദ്ധിമുട്ടുകൾക്കും പരിഹാരമാകും. യാതൊരുവിധ സംശയമില്ല. കാരണം ഇത് ചെയ്യാൻ നമ്മളോട് പഠിപ്പിച്ചത് ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളാണ്. ഏതാണ് എന്റെ പ്രിയമുള്ളവരെ ആ അത്ഭുതകരമായ അമല്? അല്ലാഹുവിന്റെ റസൂൽ പറയുകയാണ്, മാ മിൻ അബ്ദിൻ മിൻ ഉമ്മത്തി അസ്ബഹ യൗമൽ ജുമുഅ വ ഖറഅ 12 മറത്തൻ ആയത്തുൽ കുർസി. എന്റെ ഉമ്മത്തികളിൽ നിന്ന് ആരെങ്കിലും ഒരാള് വെള്ളിയാഴ്ച രാവിലെ 12 പ്രാവശ്യം ആയത്തുൽ കുർസി പാരായണം ചെയ്തു. എത്ര പ്രാവശ്യം? 12 പ്രാവശ്യം ആയത്തുൽ കുർസി പാരായണം ചെയ്യുക. സുമ്മ തവല്ലാ വസല്ലാ റകഅതൈനി. പിന്നെ രക്ഷയുടെ നിസ്കാരമായ 2 റകഅത്ത് നിസ്കാരം നിസ്കരിച്ചു. 2 റകഅത്ത് നിസ്കാരം നിസ്കരിക്കണം. അപ്പൊ ആയത്തുൽ കുർസി 12 പ്രാവശ്യം നിസ്കാരത്തിന്റെ മുമ്പ് നമ്മൾ ചൊല്ലണം. അങ്ങനെ ആയത്തുൽ കുർസി 12 പ്രാവശ്യം ചൊല്ലിയതിന് ശേഷം 2 റകഅത്ത് നമ്മൾ സുന്നത്ത് നിസ്കരിക്കണം. ആ സുന്നത്ത് നിസ്കാരത്തില് എങ്ങനെയാണ് നമ്മൾ നിയ്യത്ത് വെക്കേണ്ടത്? 2 റകഅത്ത് സുന്നത്ത് നിസ്കാരം അല്ലാഹു തആലക്ക് വേണ്ടി ഖിബിലയിലേക്ക് മുന്നിട്ട് ഞാൻ നമസ്കരിക്കുന്നു. ഇങ്ങനെയാണ് നിയ്യത്ത് വെക്കേണ്ടത്. 2 റകഅത്ത് സുന്നത്ത് നിസ്കാരം അല്ലാഹു തആലക്ക് വേണ്ടി ഖിബിലയിലേക്ക് തിരിഞ്ഞ് ഞാൻ നമസ്കരിക്കുന്നു. അല്ലാഹു അക്ബർ എന്ന് പറയുക. അതിനുശേഷം വജ്ജഹത്ത് ഓതുക. അതിനുശേഷം അഊദു ഓതുക. അതിനുശേഷം ഫാത്തിഹ സൂറത്ത് ഓതുക. അതിനുശേഷം അറിയുന്ന ഒരു സൂറത്ത് ഓതുക. അത് ഖുൽ ഹുവല്ലാഹു സൂറത്ത് ഓതാം, ഖുൽ അഊദു ബിറബ്ബിൽ ഫലഖ് ഓതാം, ഖുൽ അഊദു ബിറബ്ബിൻ നാസ് ഓതാം, സൂറത്തുൽ കൗസർ ഓതാം. നിങ്ങൾക്ക് അറിയുന്ന ഒരു സൂറത്ത് നമ്മൾ ഓതുക.
ഓതുക, അതിനുശേഷം റുക്കൂ സുജൂദ്, പിന്നെ രണ്ടാമത്തെ റക്അത്തിലേക്ക് എണീറ്റ് നിൽക്കുക, ഫാത്തിഹ സൂറത്ത് ഓതുക, അതിനുശേഷം അറിയുന്ന ഒരു സൂറത്ത് ഓതുക. ഏത് സൂറത്ത് ഓതാ? അറിയുന്ന ഒരു സൂറത്ത് ഓതുക. അങ്ങനെ റുക്കൂ സുജൂദ് ചെയ്ത് സലാം വീട്ടിയതിന് ശേഷം അള്ളാഹുവിനോട് ദുആ ചെയ്യണം. നമ്മളെ പ്രശ്നങ്ങളും പ്രയാസങ്ങളൊക്കെ അള്ളാഹുവിനോട് പറയുക. വെള്ളിയാഴ്ച ദിവസം എന്ന് പറഞ്ഞാൽ തന്നെ ദുആക്ക് ഇജാബത്തുള്ള ദിവസമാണ്. അങ്ങനെ നമ്മളെ പ്രശ്നങ്ങളും പ്രയാസങ്ങളൊക്കെ അള്ളാഹുവിനോട് പറഞ്ഞു കഴിഞ്ഞാൽ ഇല്ലാ ബഖാ അല്ലാഹു തആല ശർറ ശൈത്വാൻ, ശൈത്വാന്റെ എല്ലാ ശർറുകളെ തൊട്ടും അള്ളാഹു നമ്മളെ സംരക്ഷിക്കും. നമ്മളെ ജീവിതത്തിൽ വരുന്ന എല്ലാ പ്രശ്നങ്ങളും പ്രയാസങ്ങളും ശൈത്താന്റെ ഫിത്നയിൽ നിന്നുണ്ടാകുന്നതാണ്. ശൈത്താന്റെ ശർറ് കൊണ്ട്, ഉപദ്രവം കൊണ്ട് നമ്മൾക്കുണ്ടാകുന്ന ബുദ്ധിമുട്ടുകൾ എന്തൊക്കെയാണ്? ഒന്നാമത്തെ പ്രയാസം കുടുംബകലഹമാണ്. കുടുംബകലഹം പിശാചിൽ നിന്നുണ്ടാകുന്നതാണ്. പിശാചാണ് അധിക കുടുംബത്തിൽ ഉണ്ടാക്കുന്ന കലഹങ്ങൾക്കുള്ള കാരണം. ഭാര്യ ഭർത്താക്കന്മാർക്കിടയിൽ ഉണ്ടാകുന്ന പ്രശ്നങ്ങൾക്ക് കാരണം പിശാചാണ്. ഭർത്താവ് ഭാര്യ പിണങ്ങാനുള്ള കാരണം അവിടെ പിശാചിന്റെ കരങ്ങൾ പ്രവർത്തിക്കുന്നുണ്ട്. മാതാപിതാക്കൾ പരസ്പരം തെറ്റാനുള്ള കാരണം പിശാചിന്റെ കരങ്ങളുടെ പ്രവർത്തനമാണ്. അതുപോലെ തന്നെ മരുമക്കളും അമ്മായിമ്മയും അമ്മോശനും ഒക്കെ പിണങ്ങാനുള്ള കാരണം അത് ശൈത്താനാണ്, ശൈത്താന്റെ കരങ്ങളാണ്. ആ ശൈത്താന്റെ കരങ്ങളെ തൊട്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മൾക്ക് സംരക്ഷണം നൽകുകയാണ്. അതുപോലെ തന്നെ നിസ്കരിക്കാനുള്ള മടി, ഇത് പിശാചിന്റെ ഉപദ്രവമാണ്. കാരണം ശൈത്താന് അള്ളാഹുവിനോട് അടുക്കുന്നത് തീരെ ഇഷ്ടമല്ല. ഒരു മുസ്ലിമായ മനുഷ്യൻ അള്ളാഹുവിനോട് കൂടുതൽ അടുക്കുന്നത് നിസ്കാരത്തിലാണ്. അള്ളാഹുവിനോടുള്ള സംസാരമാണ് നിസ്കാരം എന്ന് പറയുന്നത്. അപ്പൊ ബാങ്ക് കൊടുക്കുമ്പോ ശൈത്താൻ പറയും നിസ്കരിക്കണ്ടടാ, കടന്നുറങ്ങിക്കടാ, അങ്ങാടിയിലേക്ക് പോയിക്കടാന്ന് നമ്മളെ മനസ്സിലേക്ക് ഇങ്ങനെ തോന്നിപ്പിച്ചു തരും. നിസ്കരിക്കാനുള്ള മടി നമ്മളെ മനസ്സിലേക്ക് ഇങ്ങനെ പിശാചിട്ട് തരും. ആ പിശാചിന്റെ ഉപദ്രവത്തിൽ നിന്ന് കാവലാണ് നമ്മൾ ഈ പറഞ്ഞ അമല് വെള്ളിയാഴ്ച ദിവസം നമ്മൾ ചെയ്തു കഴിഞ്ഞാൽ. അതുപോലെ തന്നെ അയൽവാസിയുമായുള്ള പിണക്കങ്ങള്, ചെറിയ ചെറിയ കാര്യങ്ങൾക്ക് വരെ അയൽവാസിയോട് തെറ്റി നടക്കുന്ന ആളുകളുണ്ട്. അയൽവാസികളോട് തല്ലുകൂടുന്ന, ശണ്ട കൂടുന്ന ആളുകളുണ്ട്. ഇതൊക്കെ ശൈത്താന്റെ കരങ്ങളാണ്, ശൈത്താന്റെ ശർറാണ്. അതുപോലെ തന്നെ അക്രമങ്ങള്, കൊലകള്, ജ്യേഷ്ഠൻ അനിയൻ ആക്രമിക്കുക, അനിയൻ ജ്യേഷ്ഠൻ ആക്രമിക്കുക, കൂട്ടുകാരാക്രമിക്കുക, സമൂഹത്തിൽ പോയി പ്രശ്നങ്ങൾ ഉണ്ടാക്കുക, ഇതൊക്കെ ശൈത്താന്റെ കരങ്ങള് നമ്മളെ ശരീരത്തിൽ പ്രവർത്തിച്ചു എന്നുള്ളതാണ്. ഇതിൽ നിന്നൊക്കെ അല്ലാഹു സുബ്ഹാനഹു വ തആല കാവല് നൽകുകയാണ്. അതുപോലെ തന്നെ എത്രയോ ആളുകൾ സിഹിറിന്റെ കാര്യം പറഞ്ഞ് ദുആ കൊണ്ട് വസിയത്ത് ചെയ്തിട്ടുണ്ട്. കൈവശത്തിന്റെ കാര്യങ്ങൾ പറഞ്ഞ് ദുആ കൊണ്ട് വസിയത്ത് ചെയ്തിട്ടുണ്ട്. കണ്ണേറിന്റെ കാര്യം പറഞ്ഞ് ദുആ കൊണ്ട് വസിയത്ത് ചെയ്തിട്ടുണ്ട്. എന്റെ പ്രിയമുള്ളവരെ, സിഹിറും കണ്ണേറും നാക്കേറും ഒക്കെ ശൈത്താന്റെ കരങ്ങളാണ്. ഇതിൽ നിന്നൊക്കെ രക്ഷ നമ്മൾക്ക് ലഭിക്കും ഈ പറഞ്ഞ അമല് നമ്മളെ ജീവിതത്തിൽ വെള്ളിയാഴ്ച ദിവസം പതിവാക്കി കഴിഞ്ഞാൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പതിവാക്കാനുള്ള തൗഫീഖ് നൽകട്ടെ. അതുപോലെ തന്നെ വശർറ സുൽത്താൻ, നമ്മളെ നേതാക്കന്മാര്, നമ്മളെ രാജ്യം ഭരിക്കുന്നവരുടെ അവസ്ഥ എന്താണ്? മുസ്ലിമീങ്ങളെ ക്രൂരമായി മർദ്ദിക്കാൻ തുനിഞ്ഞിറങ്ങിയ എത്രയോ ആളുകളുണ്ട് അല്ലെ? എത്രയോ ആളുകളുണ്ട്. മുസ്ലിമീങ്ങളെ നാട് കടത്താൻ വേണ്ടി പ്രവർത്തിക്കുന്ന എത്രയെത്ര ആളുകളാണ്. അങ്ങനെയുള്ള നേതാക്കന്മാരുടെ, അങ്ങനെയുള്ള ഭരണകർത്താക്കന്മാരുടെ ശർറുകളെ തൊട്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല കാവല് നൽകും. വെള്ളിയാഴ്ച ദിവസം 12 പ്രാവശ്യം ആയത്തുൽ കുർസിയും രക്ഷയുടെ ഈ നിസ്കാരവും നമ്മൾ നിസ്കരിച്ചു കഴിഞ്ഞാൽ അല്ലാഹു ചെയ്യാനുള്ള ഭാഗ്യം നൽകട്ടെ. അതുപോലെ തന്നെ വകാന ബിമൻസിലതി മൻ ഖറഅൽ ഖുർആന 3 മർറാത്ത്, 3 പ്രാവശ്യം പരിശുദ്ധ ഖുർആൻ ഖതം തീർത്ത ആളുകളുടെ പ്രതിഫലം അല്ലാഹു നമ്മൾക്ക് നൽകി അനുഗ്രഹിക്കുകയാണ്. അത്രയും പവർഫുൾ ആണ് നമ്മൾ ഈ പറഞ്ഞ അമല്. ഇത് ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നമ്മളെ പഠിപ്പിച്ച അമലാണ്. അതുകൊണ്ട് ആരും ഒഴിവാക്കണ്ട. ഇത് ചെയ്യാൻ ഭാഗ്യം ലഭിക്കുക എന്ന് പറഞ്ഞാല് വലിയൊരു ഭാഗ്യമാണ്. ഇത് ആയത്തുൽ കുർസിയുമായി ബന്ധപ്പെട്ട ഒരു അമലാണ്. ആയത്തുൽ കുർസിയെ നമ്മൾക്കറിയാം, ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ആയത്തുൽ കുർസിയുടെ ഒരുപാട് മഹത്വങ്ങൾ നമ്മളെ പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. ആയത്തുൽ കുർസി ഭൂമിയിലേക്ക് ഇറങ്ങിയത് തന്നെ അത്ഭുതമാണ്. ഭൂമിയിലേക്ക് ആയത്തുൽ കുർസി ഇറങ്ങിയത് തന്നെ അത്ഭുതമാണ്. ലമ്മാ നസലത്ത് ആയത്തുൽ കുർസി അലൻ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, ആയത്തുൽ കുർസി അല്ലാഹുവിന്റെ റസൂലിലേക്ക് അല്ലാഹു ഇറക്കിയ സമയത്ത് നസല മഅഹാ 70,000 മിനൽ മലായിക, സുബ്ഹാനല്ലാഹ്, 70,000 മലക്കുകൾ ഭൂമിയിലേക്ക് ഇറങ്ങി വന്നിട്ടുണ്ട്. 70,000 മലക്കുകളുടെ ഉടമ്പടിയോടുകൂടെയാണ് ആയത്തുൽ കുർസി ഭൂമിയിലേക്ക് ഇറങ്ങിയിട്ടുള്ളത്. അപ്പൊ ആയത്തുൽ കുർസിയുടെ മഹത്വം എത്രയാണ്, ആയത്തുൽ കുർസിയുടെ സ്ഥാനം എത്രയാണ്. റസൂലുള്ളാഹി പറഞ്ഞില്ലേ, അന്നമൻ ഖറഅ ആയത്തുൽ കുർസി, ഒരാൾ ആയത്തുൽ കുർസി
കുർസി ഓതി അക്കിബ കുല്ലി സ്വലാത്തിൻ എല്ലാ നിസ്കാര ശേഷവും ലം യംനഉ ശൈഉം മിൻ ദുഖൂലിൽ ജന്ന, പിന്നെ അവനെ സ്വർഗ്ഗത്തിൽ പ്രവേശിക്കാൻ ഒരു തടസ്സം ഉണ്ടാവില്ല എന്നാണ്. എല്ലാ നിസ്കാരത്തിന്റെ ശേഷവും മരണം വരെ ആയത്തുൽ കുർസി പതിവാക്കി കഴിഞ്ഞാൽ അവനക്ക് സ്വർഗ്ഗാണെന്നാണ് ഹബീബായ മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ചിട്ടുള്ളത്. മങ്കറ ആയത്തുൽ കുർസി, ഒരാൾ ആയത്തുൽ കുർസി ഓതിയാൽ ദഫല്ലാഹു അൻഹുൽ ബലാഅ, അല്ലാഹു അവനിൽ നിന്ന് ബലാഅുകള് മുസീബത്തുകൾ തട്ടിക്കളയും, ബുദ്ധിമുട്ടുകള് പ്രകൃതി ദുരന്തങ്ങള് അപകടങ്ങള് അവനിൽ നിന്ന് അല്ലാഹു ഒഴിവാക്കി കളയും. വൽ അംറാദ് രോഗങ്ങള്, എത്ര രോഗികളാണ് നമ്മളെ മജ്ലിസിലുള്ളത്, എത്ര രോഗികളാണ് ദുആ കൊണ്ട് വസിയത്ത് ചെയ്തിട്ടുള്ളത്, എത്ര ആളുകൾക്കാണ് ഓപ്പറേഷൻ പറഞ്ഞിട്ടുള്ളത്, എത്ര ആളുകളാണ് ഹോസ്പിറ്റലിലുള്ളത്. ആ രോഗങ്ങൾക്കൊക്കെ ശിഫയാണ് ആയത്തുൽ കുർസി എന്ന് പറയുന്നത്. അതുപോലെ തന്നെ വൽ അഖ്ലാഖ് ദമീമ, മോശമായ സ്വഭാവങ്ങൾ. ചില ആളുകൾ ആർക്കും ഇഷ്ടമുണ്ടാവൂല, അവന്റെ സ്വഭാവം കാരണം. കുടുംബത്തിൽ ഇഷ്ടമുണ്ടാവൂല, സമൂഹത്തിൽ ഇഷ്ടമുണ്ടാവൂല, അത്രയും വൃത്തികെട്ട സ്വഭാവമായിരിക്കും. അതുകൊണ്ട് നമ്മളെ സ്വഭാവം നന്നാവാൻ ആയത്തുൽ കുർസി നമ്മൾ പതിവാക്കുക. അഹങ്കാരമില്ലാതിരിക്കാൻ, അസൂയയില്ലാതിരിക്കാൻ, ആരോടും വെറുപ്പില്ലാതിരിക്കാൻ ആയത്തുൽ കുർസി ഡെയിലി നമ്മൾ പതിവാക്കുക. നമ്മളെ മക്കളുടെ സ്വഭാവമൊക്കെ നന്നാവാന് അവരോട് ആയത്തുൽ കുർസി ഓതാൻ പറയാ. ആയത്തുൽ കുർസി ഓതി അവർക്ക് മന്ത്രം ചോദി കൊടുക്കുക, അവരുടെ സ്വഭാവമൊക്കെ നന്നാകും. അള്ളാഹു തൗഫീഖ് പ്രദാനം ചെയ്യട്ടെ. അതുപോലെ തന്നെ വളരെ പ്രധാനപ്പെട്ടതാണ് വതഖുറുജു ശൈത്താനു മിനൽ ബുയൂതി ബിബറകതിഹാ, നമ്മളെ വീടുകളിൽ നിന്ന് ആയത്തുൽ കുർസി വീട്ടിൽ പാരായണം ചെയ്തു കഴിഞ്ഞാൽ ശൈത്താൻ ഓടിപ്പോകും. ശൈത്താൻ അവിടെ നിൽക്കാൻ കഴിയൂല. ശൈത്താൻ ഒരു പൊറുതിയോട് ഉണ്ടാവുന്ന ആയത്തുൽ കുർസി നമ്മൾ വീട്ടിൽ ഓതി കഴിഞ്ഞാൽ ആ വീട്ടിലേക്ക് പിന്നെ ശൈത്താൻ അടുക്കാൻ കഴിയൂല. ശൈത്താൻ അത്ര പേടിയാണ് ആയത്തുൽ കുർസി എന്ന് പറയുന്നത്. അള്ളാഹു ഓതാനുള്ള ഭാഗ്യം നൽകട്ടെ. പ്രത്യേകിച്ച് വെള്ളിയാഴ്ച ദിവസം നമ്മൾ ഈ പറഞ്ഞതുപോലെ 12 പ്രാവശ്യം ആയത്തുൽ കുർസിയും അതുപോലെ അതിനുശേഷം ഈ പറഞ്ഞ അത്ഭുതകരമായ നിസ്കാരം നിസ്കരിക്കാനും അള്ളാഹു തൗഫീഖ് പ്രദാനം ചെയ്യട്ടെ. അള്ളാഹുവേ, ആയത്തുൽ കുർസിയുടെ ബർക്കത്ത് കൊണ്ട് ഞങ്ങളെ ജീവിതത്തിൽ സന്തോഷം നൽകണേ അല്ലാ, റാഹത്ത് നൽകണേ അല്ലാ, അഭിമാനം നൽകണേ അല്ലാ, എല്ലാ പ്രയാസങ്ങളും നീ അകറ്റിത്തരണേ റഹ്മാനെ. ഇൻഷാ അല്ലാ അത്ഭുതകരമായ അസ്മാഉൽ ഹുസ്ന മജ്ലിസിലേക്ക് നമ്മൾ പ്രവേശിക്കുകയാണ്. അതിന്റെ മുമ്പ് ഓർമ്മപ്പെടുത്താനുള്ളത്, നമ്മളെ മജ്ലിസ് നിങ്ങളുമായി ബന്ധപ്പെട്ടവരിലേക്കൊക്കെ, നിങ്ങളെ ഫാമിലി ഗ്രൂപ്പുകളിലേക്കും നിങ്ങളെ കൂട്ടുകാരിലേക്കും നിങ്ങളെ മഹല്ലത്തിലേക്കൊക്കെ എത്തിച്ചു കൊടുക്കണമെന്ന് കൂടെ ഓർമ്മപ്പെടുത്തുകയാണ്. അള്ളാഹു തൗഫീഖ് പ്രദാനം ചെയ്യട്ടെ. ഇൻഷാ അല്ലാ അസ്മാഉൽ ഹുസ്ന നമ്മൾ ചൊല്ലുമ്പോൾ നമ്മളെ മനസ്സിലുള്ള വേണ്ടാത്ത വിചാരങ്ങളൊക്കെ ഒഴിവാക്കുക. മറ്റുള്ളവരോടുള്ള വെറുപ്പും അസൂയയും കുശുമ്പും എല്ലാം നമ്മൾ ഒഴിവാക്കിയിട്ട് നല്ല ആത്മാർത്ഥതയോടുകൂടെ മജ്ലിസിൽ പങ്കെടുക്കണമെന്ന് ഓർമ്മപ്പെടുത്തുകയാണ്. അള്ളാഹു നമ്മൾ പറഞ്ഞതും നമ്മൾ ചൊല്ലാൻ പോകുന്ന അസ്മാഉൽ ഹുസ്നയും നമ്മൾ പ്രാർത്ഥിക്കാവുന്ന പ്രാർത്ഥനകളൊക്കെ ഖബൂൽ ചെയ്യുമാറാകട്ടെ. ഇജാബത്ത് നൽകി അള്ളാഹു അനുഗ്രഹിക്കട്ടെ. വൈലാ ഹളറതി ഹബീബിനാ വ സയ്യിദിനാ വ മുൻജീനാ വ മുർഷിദിനാ വ ഹാദിനാ മുഹമ്മദിൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അൽ ഫാത്തിഹ. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ അർറഹ്മാനിർ റഹീം മാലികി യൗമിദ്ദീൻ ഇയ്യാക നഅ്ബുദു വ ഇയ്യാക നസ്തഈൻ ഇഹ്ദിനസ് സിറാത്തൽ മുസ്തഖീം സിറാത്തൽ ലദീന അൻഅംത അലൈഹിം ഗൈറിൽ മഗ്ലൂബി അലൈഹിം വലദ്ദാലിൻ. ആമീൻ. അല്ലാഹു ഖബൂൽ ചെയ്യട്ടെ, അല്ലാഹു സ്വീകരിക്കട്ടെ, അല്ലാഹു അർഹമായ പ്രതിഫലം നൽകട്ടെ. ലാ ഇലാഹ ഇല്ലല്ലാഹു ലാ ഇലാഹ ഇല്ലല്ലാഹ് ലാ ഇലാഹ ഇല്ലല്ലാഹു മുഹമ്മദുർ റസൂലുള്ളാഹ്. എല്ലാ ബലാലും ആഫത്തും എടങ്ങേറുകൾ മുസീബത്തും നബി തങ്ങളെ ബറകത്തിനാൽ യമൈക്കാക്കണം യാ റബ്ബനാ. ലാ ഇലാഹ ഇല്ലല്ലാഹു ലാ ഇലാഹ ഇല്ലല്ലാഹ് ലാ ഇലാഹ ഇല്ലല്ലാഹു മുഹമ്മദുർ റസൂലുള്ളാഹ്. ദണ്ണം ബബാവ സൂരിയും മറ്റുള്ള ദീനമടങ്കലും നബി തങ്ങളെ ബറകത്തിനാൽ ശിഫയാക്കണം യാ റബ്ബനാ. ലാ ഇലാഹ ഇല്ലല്ലാഹു ലാ ഇലാഹ ഇല്ലല്ലാഹ് ലാ ഇലാഹ ഇല്ലല്ലാഹു മുഹമ്മദുർ റസൂലുള്ളാഹ്. ദാഹമോത്തത് കൂട്ടിടും ഇബ്ലീസ് കൂസിനെ കാട്ടിടും നേരം ലഈനവനാട്ടുവാൻ ബദിരീങ്ങളാൽ തുണ റബ്ബനാ. ലാ ഇലാഹ ഇല്ലല്ലാഹു ലാ ഇലാഹ ഇല്ലല്ലാഹ് ലാ ഇലാഹ ഇല്ലല്ലാഹു മുഹമ്മദുർ റസൂലുള്ളാഹ്. കച്ചവടം
നിശി മുഴുവനും ചെയ്യുന്ന ജോലിയിലൊക്കെയും നബി തങ്ങളെ ബറക്കത്തിനാൽ റഹ്മത്ത് തായ റബ്ബനാ ലാ ഇലാഹ ഇല്ലല്ലാഹു ലാ ഇലാഹ ഇല്ലല്ലാഹ് ലാ ഇലാഹ ഇല്ലല്ലാഹു മുഹമ്മദുർ റസൂലുള്ളാഹ്. അല്ലാഹുവേ ഞങ്ങളെ ചൊല്ലിയ അഫ്ളൽ ദിക്ർ ലാ ഇലാഹ ഇല്ലല്ലാഹ് ഖബൂൽ ചെയ്യണേ റഹ്മാനെ. അർഹമായ പ്രതിഫലം നൽകണേ അല്ലാഹ്. ഞങ്ങളെ പ്രയാസങ്ങളും സങ്കടങ്ങളും ദുഃഖങ്ങളും ബുദ്ധിമുട്ടുകളും നീ അകറ്റണേ റബ്ബേ. ഈമാൻ റാഹത്തിലും സലാമത്തിലും ആക്കി തരണേ റബ്ബേ. ഇൻഷാ അല്ലാഹ് അസ്മാഉൽ ഹുസ്ന ചൊല്ലിയാണ്. أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم اللهم إني أسألك وأتوسل إليك وأتوجه إليك وأتضرع إليك بأسمائك الحسنى يا الله يا الله يا رحمن يا الله يا رحيم يا الله يا ملك يا الله يا قدوس يا الله يا سلام يا الله يا مؤمن يا الله يا مهيمن يا الله يا عزيز يا الله يا جبار يا الله يا متكبر يا الله يا خالق يا الله يا بارئ يا الله يا مصور يا الله يا غفار يا الله يا قهار يا الله يا وهاب يا الله يا رزاق يا الله يا فتاح يا الله يا عليم يا الله يا قابض يا الله يا باسط يا الله يا خافض يا الله يا رافع يا الله يا معز يا الله يا مذل يا الله يا سميع يا الله يا بصير يا الله يا حكم يا الله يا عدل يا الله يا لطيف يا الله يا خبير يا الله يا حليم يا الله يا عليم يا الله يا غفور يا الله يا شكور يا الله يا علي يا الله يا كبير يا الله يا حفيظ يا الله يا مقيت يا الله يا حسيب يا الله يا جليل يا الله يا كريم يا الله يا رقيب يا الله يا مجيب يا الله يا واسع يا الله يا حكيم يا الله يا ودود يا الله يا مجيد يا الله يا باعث يا الله يا شهيد يا الله يا حق يا الله يا وكيل يا الله يا قوي يا الله يا متين يا الله يا ولي يا الله يا حميد يا الله يا محصي يا الله يا مبدئ يا الله يا معيد يا الله يا محيي يا الله يا مميت يا الله يا حي يا الله يا قيوم يا الله يا واجد يا الله يا ماجد يا الله يا واحد يا الله يا أحد يا الله يا صمد يا الله يا قادر يا الله يا مقتدر يا الله يا مقدم يا الله يا مؤخر يا الله يا أول يا الله يا آخر يا الله يا ظاهر يا الله يا باطن يا الله يا والي يا الله يا متعالي يا الله يا بر يا الله يا تواب يا الله يا منتقم يا الله يا عفو يا الله يا رؤوف يا الله يا مالك الملك يا الله يا ذا الجلال والإكرام يا الله يا مقسط يا الله يا جامع يا الله يا غني يا الله يا مغني يا الله يا مانع يا الله يا ضار يا الله يا نافع يا الله يا نور يا الله يا هادي يا الله يا بديع يا الله يا باقي يا الله يا وارث يا الله يا رشيد يا الله يا صبور يا الله الذي لم يلد ولم يولد ولم يكن له كفوا أحد الله സ്വീകരിക്കട്ടെ. അല്ലാഹുവേ ഞങ്ങൾ നിന്റെ 99 പേര്
പറഞ്ഞിട്ടുണ്ട്. നീ കബൂൽ ചെയ്യണേ അല്ലാ, അർഹമായ പ്രതിഫലം നൽകണേ അല്ലാ. ഞങ്ങളെ ബുദ്ധിമുട്ടുകളും സങ്കടങ്ങളും വിഷമങ്ങളും നീ അകറ്റി തരണേ റഹ്മാനെ. മനസ്സിന് റാഹത്ത് നൽകണേ അല്ലാ. ഞങ്ങളെ ടെൻഷനുകൾ നീ അകറ്റി തരണേ അല്ലാ. രോഗങ്ങൾ ശിഫയാക്കണേ അല്ലാ. അപകടങ്ങളെ തൊട്ട് ഞങ്ങളെ കാക്കണേ അല്ലാ. ഞങ്ങളെ മജ്ലിസിൽ ദുആ കൊണ്ട് വസിയ്യത്ത് ചെയ്തവരുടെ സർവ്വ ഉദ്ദേശങ്ങളും നീ പൂർത്തീകരിച്ചു കൊടുക്കണേ റഹ്മാനെ. ചൊല്ലു ഒരു 11 വട്ടം സ്വലാത്ത്. അല്ലാഹുമ്മ സ്വല്ലി അലൻ നൂരി വ അഹ്ലി, 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 اللهم صل على النور وأهلي، اللهم صل على النور وأهلي، اللهم صل على النور واهلي، اللهم صل على النور واهلി. അല്ലാഹുവേ, ഒരു സ്വലാത്ത് ചൊല്ലിയാൽ 10 ഹസനത്ത് നൽകുമെന്നല്ലേ പറഞ്ഞത്? ഞങ്ങൾ 11 സ്വലാത്ത് ചൊല്ലിയിട്ടുണ്ട്. സ്വീകരിക്കണേ അല്ലാ. ഹബീബായ മുത്തുനബിയുടെ ഹദ്റത്തിലേക്ക് നീ എത്തിച്ചു കൊടുക്കണേ അല്ലാ. ദാറുൽ മുബീൻ മജ്ലിസ് ചൊല്ലിയ ഈ മജ്ലിസ് മുത്തുനബിയുടെ ഹദ്റത്തിലേക്ക് എത്തിച്ചു കൊടുക്കണേ അല്ലാ. അതുകൊണ്ട് ഞങ്ങളെ മജ്ലിസിൽ പങ്കെടുക്കുന്നവരെ എല്ലാ വിഷമങ്ങളും അകറ്റി കൊടുക്കണേ അല്ലാ. എല്ലാ ടെൻഷനുകളും നീ അകറ്റി കൊടുക്കണേ റഹ്മാനെ. ചൊല്ലു ഒരു 11 പ്രാവശ്യം ഇസ്തിഗ്ഫാർ. അസ്തഗ്ഫിറുല്ലാഹൽ അലീം, 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 അസ്തഗ്ഫിറുല്ലാഹൽ അലീം. അല്ലാഹു ഖബൂൽ ചെയ്യട്ടെ. ഇസ്തിഗ്ഫാറിന്റെ ബർക്കത്ത് കൊണ്ട് ഞങ്ങളെ പാപങ്ങൾ പുറത്തു തരണേ റഹ്മാനെ. ഞങ്ങളൊക്കെ ഒരുപാട് തെറ്റുകുറ്റങ്ങൾ ചെയ്തവരാണ്. പാപങ്ങൾ പുറത്തു തരണേ റഹ്മാനെ. സജ്ജനങ്ങളിൽ ഉൾപ്പെടുത്തണേ അല്ലാ. വീടില്ലാത്ത ഒരുപാട് ആളുകളുണ്ട്, അവർക്ക് ഉദ്ദേശിക്കപ്പെട്ട വീട് നൽകണേ റഹ്മാനെ. കടം കൊണ്ട് പ്രയാസപ്പെടുന്ന ധാരാളം ആളുകളുണ്ട്. കടങ്ങൾ വീട്ടാനുള്ള വഴികൾ തുറന്നു കൊടുക്കണേ റഹ്മാനെ. കടക്കാരായി മരിക്കേണ്ട അവസ്ഥ വരുത്തല്ല അല്ലാ. വീടും സ്ഥലവും ജപ്തി നോട്ടീസ് എത്തിയെന്ന് പറഞ്ഞ് സങ്കടം പറഞ്ഞ ആളുകളുണ്ട്. എല്ലാ പലിശയും നീ അടക്കാനുള്ള വഴികൾ തുറന്നു കൊടുക്കണേ അല്ലാ. ഇനി ഒരിക്കലും പലിശ എന്ന് പറയുന്ന ഹറാമായ മുസീബത്തുമായി ബന്ധപ്പെടാനുള്ള ഒരു അവസരങ്ങൾ നീ തുറന്നു കൊടുക്കരുത് റഹ്മാനെ. അത്തരം ശർറുകളെ തൊട്ട് കാത്തു രക്ഷിക്കണേ റഹ്മാനെ. സന്തോഷം നൽകണേ അല്ലാ. റാഹത്ത് കൊടുക്കണേ റഹ്മാനെ. ജോലിയില്ലാതെ കഷ്ടപ്പെടുന്ന എത്രയോ ആളുകളുണ്ട്, അവർക്കൊക്കെ നല്ല ജോലി കൊടുക്കണേ റഹ്മാനെ. പഠിച്ച ജോലി കൊടുക്കണേ അല്ലാ. മക്കളുടെ വിദ്യാഭ്യാസത്തില് ഉന്നത വിജയം നൽകണേ റഹ്മാനെ. പരീക്ഷകളിലൊക്കെ നല്ല മാർക്ക് കൊടുക്കണേ അല്ലാ. മക്കളുടെ ദാമ്പത്യ ജീവിതത്തിൽ ഖൈർ നൽകണേ അല്ലാ. ഭാര്യ ഭർത്താക്കന്മാരെ ദുസ്വഭാവങ്ങൾ നന്നാക്കി കൊടുക്കണേ അല്ലാ. ഞങ്ങളെ മക്കളുടെ ജീവിതത്തിൽ സന്തോഷം നൽകണേ അല്ലാ. വിവാഹപ്രായമെത്തിയ മക്കൾക്ക് അനുയോജ്യമായ ഇണകളെ നൽകി അനുഗ്രഹിക്കണേ റഹ്മാനെ. ഗർഭിണികൾക്ക് സുഖപ്രസവം നൽകണേ അല്ലാ. മക്കളില്ലാത്തവർക്ക് നല്ല മക്കളെ നൽകണേ റഹ്മാനെ. ഞങ്ങൾക്ക് സാമ്പത്തികമായ അഭിവൃദ്ധി നൽകണേ അല്ലാ. ഭാര്യ മക്കള് ഭർത്താക്കന്മാര് അതുപോലെ തന്നെ മാതാപിതാക്കള് കുടുംബക്കാര് അയൽവാസികള് കൂട്ടുകാര് സ്നേഹിച്ചവര് സഹായിച്ചവര് ഭക്ഷണം തന്നവര് ഞങ്ങളെ മജ്ലിസിൽ പങ്കെടുക്കുന്ന ആളുകൾക്ക് എല്ലാവർക്കും ആഫിയത്തുള്ള ദീർഘായുസ്സും ആരോഗ്യവും ഇസ്സത്തും ഖുവത്തും റാഹത്തും ഈമാനും തഖ്വയും സാമ്പത്തികമായ അഭിവൃദ്ധിയും നൽകണേ റഹ്മാനെ. മുഅ്മിനീങ്ങളെ ഇസ്സത്ത് നീ സംരക്ഷിക്കണേ അല്ലാ. പെട്ടെന്നുള്ള മരണങ്ങളെ തൊട്ട് കാക്കണേ റഹ്മാനെ. ഒരുപാട് രോഗികളുണ്ട്, വേദന അനുഭവിക്കുന്നവരുണ്ട്, ശിഫ നൽകണേ അല്ലാ. ഓപ്പറേഷൻ പറഞ്ഞവർക്ക് ശിഫ നൽകണേ റഹ്മാനെ. അതുപോലെ തന്നെ മാനസികമായ പ്രയാസമുള്ള ആളുകൾ ശിഫ നൽകണേ റഹ്മാനെ. ശാരീരികമായ പ്രയാസമുള്ള ആളുകൾ ശിഫ നൽകണേ അല്ലാ. സിഹ്ർ കണ്ണേറുകളെ തൊട്ട് ശത്രുക്കളെ തൊട്ട് സാധുക്കളായ ഞങ്ങളെ കാക്കണേ റഹ്മാനെ. ഞങ്ങളെ ശത്രുക്കളെ പരാജയപ്പെടുത്തണേ അല്ലാ. നിസ്കരിക്കാനുള്ള മനസ്സും തൗഫീഖും ഞങ്ങൾക്ക് ഞങ്ങളെ കുടുംബത്തിന് മക്കൾക്ക് നൽകണേ റഹ്മാനെ. മഖ്ബൂലും മബ്റൂറുമായ ഹജ്ജ് ഉംറ ചെയ്യാല തൗഫീഖ് നൽകണേ റഹ്മാനെ. ഞങ്ങളെ എല്ലാ പ്രയാസങ്ങളും ഈ മജ്ലിസ് കാരണം അകറ്റണേ റഹ്മാനെ. പെട്ടെന്നുള്ള മരണങ്ങളെ തൊട്ട് കാക്കണേ അല്ലാ. സ്വർഗ്ഗം നൽകണേ അല്ലാ. മരണപ്പെട്ടു പോയ മാതാപിതാക്കള് കുടുംബങ്ങളുണ്ട്, പലരും ദുആ ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട്. അവരുടെയൊക്കെ ഖബർ വിശാലമാക്കി കൊടുക്കണേ അല്ലാ. സന്തോഷം നൽകണേ അല്ലാ. ദുസ്വപ്നം കാണുന്നത് തൊട്ട് കാക്കണേ റഹ്മാനെ. ആഖിറത്തിൽ ഉന്നത വിജയം നൽകണേ റഹ്മാനെ. ദാരിദ്ര്യത്തിനെ തൊട്ട് കാക്കണേ അല്ലാ. ഒരാളുടെ മുന്നിൽ കൈ നീട്ടേണ്ട യാചിക്കേണ്ട ഒരു അവസ്ഥ ഞങ്ങൾക്ക് വരുത്തല്ല അല്ലാ. പൈശാചികമായ ശബ്ദങ്ങളെ തൊട്ട് കാക്കണേ റഹ്മാനെ.
റഹ്മാനെ. അഭിമാനം നഷ്ടപ്പെടുത്തുന്ന പ്രവർത്തനങ്ങൾ ഞങ്ങളിൽ നിന്നോ ഞങ്ങളെ കുടുംബക്കാരിൽ നിന്നോ നീ വരുത്തല്ല അല്ലാ. നിന്റെ സഹായം നൽകണേ അല്ലാ, നിന്റെ ബർക്കത്ത് നൽകണേ അല്ലാ, നിന്റെ കാവല് നൽകണേ അല്ലാ, നിന്റെ സംരക്ഷണം നൽകണേ അല്ലാ. അപകടങ്ങളെ തൊട്ട് കാക്കണേ അല്ലാ, പ്രകൃതി ദുരന്തങ്ങളെ തൊട്ട് കാക്കണേ അല്ലാ. ആരൊക്കെ ഈ മജ്‌ലിസിൽ എന്തൊക്കെ പറഞ്ഞു ദുആ കൊണ്ട് വസിയത്ത് ചെയ്തിട്ടുണ്ടോ അതൊക്കെ നിനക്കറിയാം. അതൊക്കെ നീ പൂർത്തീകരിച്ചു കൊടുക്കണേ അല്ലാ. എല്ലാ കാര്യങ്ങളും എളുപ്പമാക്കി കൊടുക്കണേ അല്ലാ. എല്ലാ ദുഃഖങ്ങളും അകറ്റി കൊടുക്കണേ അല്ലാ. അതിന് ഈ മജ്‌ലിസ് കാരണമാക്കണേ റഹ്മാനെ. ഈ മജ്‌ലിസ് മറ്റുള്ളവരിലേക്ക് എത്തിക്കുന്നവർക്ക് നീ ഖബൂൽ ചെയ്യണേ അല്ലാ. അർഹമായ പ്രതിഫലം നൽകി അനുഗ്രഹിക്കണേ റബ്ബേ. ഞങ്ങളെ മജ്‌ലിസ് ദുആക്ക് ഇജാബത്തുള്ള മജ്‌ലിസാക്കണേ അല്ലാ. റബ്ബനാ തഖബ്ബൽ മിന്നാ ഇന്നക അൻതസ് സമീഉൽ അലീം വതുബ് അലൈനാ ഇന്നക അൻതത് തവ്വാബുർ റഹീം വഗ്ഫിർ ലനാ വഇയ്യാഹും ബിമഗ്ഫിറതിക യാ അർഹമർ റഹീമീൻ യാ അർഹമർ റഹീമീൻ യാ അർഹമർ റഹീമീൻ. സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദ് യാ റബ്ബി സ്വല്ലി അലൈഹി വസല്ലിം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.